ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫോസിസിൻ്റെ Q2 റിസൾട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. ഇൻഫോസിസിൻ്റെ Q2 റിസൾട്ടിനോടൊപ്പം തന്നെ പ്രതീക്ഷിച്ചതുപോലെ ഒരു ബൈബാക്കോ അല്ലെങ്കിൽ ബോണസ് ഡിക്ലറേഷനോ പ്രഖ്യാപിച്ചിട്ടില്ല. പകരം സ്റ്റോക്കിൽ ഡിവിഡൻറ്റിനെ കുറിച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫോസിസിൻ്റെ Q2 റിസൾട്ടും അതോടൊപ്പം തന്നെ ഡിവിഡൻറ്റിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 14 ഒക്ടോബർ 2020 ഈവനിങ് ടൈമിലാണ് ഇൻഫോസിസിൻ്റെ Q2 റിസൾട്ടിനെ കുറിച്ചുള്ള ഡിക്ലറേഷൻ വന്നത്. Q2 റിസൾട്ടിനോടൊപ്പം തന്നെ കമ്പനി ഇൻട്രിം ഡിവിഡൻറ്റിനെ കുറിച്ചും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. 12 രൂപ പെർ ഇക്വിറ്റി ഷെയറിലാണ് കമ്പനിയുടെ ഇൻട്രിം ഡിവിഡൻറ്റ്. അതായത് ഇൻട്രിം ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 26 ഒക്ടോബർ 2020. പേയ്മെൻറ്റ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നവംബർ 11, 2020. ഇനി റെക്കോർഡ് ഡേറ്റ്, എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ്, പേയ്മെൻറ്റ് ഡേറ്റ്, അതോടൊപ്പം തന്നെ ഇൻഫോസിസിൻ്റെ ഡിവിഡൻറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യേണ്ട ലാസ്റ്റ് തീയതി ഏതായിരിക്കും, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഡിവിഡൻറ്റ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ചും അതുപോലെ തന്നെ ഡിവിഡൻറ്റിൻ്റെ ബേസിക്കിനെ കുറിച്ചും ഒരു വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഈ കൺസെപ്റ്റുകളൊന്നും ക്ലിയർ ആകാത്തവർക്ക് ആ വീഡിയോ കണ്ട് ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള ഫുൾ നോളജ് അറ്റൈൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് Q2 റിസൾട്ടിൻ്റെ അനാലിസിസിലേക്ക് കിടക്കാം. ഇൻഫോസിസിൻ്റെ Q2 റിസൾട്ടിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ നോക്കാം. കമ്പനിയുടെ ഡിജിറ്റൽ കോൺസ്റ്റൻറ്റ് കറൻസി ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 25.4% ആണ് ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ആയിരിക്കുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 25.4% ആണ് ഈ ക്വാർട്ടറിലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. കൂടാതെ ഈ ക്വാർട്ടറിൽ കമ്പനി നടത്തിയ ഡീലുകൾ നോക്കുകയാണെങ്കിൽ $3.15 ബില്യൺ ഡീലുകളാണ് നടത്തിയത്. കൂടാതെ ഈ ക്വാർട്ടറിൽ കമ്പനി നൽകിയ ഡിവിഡൻറ്റ് അല്ലെങ്കിൽ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്ന ഡിവിഡൻറ്റ് 12 രൂപയാണ് ഇൻട്രീം ഡിവിഡൻ്റായിട്ട്. പ്രീവിയസ് നോക്കുകയാണെങ്കിൽ 8 രൂപയായിരുന്നു. ഡിവിഡൻറ്റിലും നമ്മൾക്കൊരു 50% ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മൾക്കറിയാം ഇൻഫോസിസ് ഗ്ലോബലി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഇൻകം സോഴ്സ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. നോർത്ത് അമേരിക്കയിൽ നിന്നും 60% ഇൻകവും, യൂറോപ്പിൽ നിന്നും 24% ഇൻകവും, ഇന്ത്യയിൽ നിന്നും 3% ഇൻകവും, ബാക്കിയുള്ള 12% ഇൻകം ബാക്കിയുള്ള ലോകരാജ്യങ്ങളിൽ നിന്നുമാണ് ഇൻഫോസിസിന് വരുന്നത്. ഇനി നമ്മൾക്ക് ഇൻഫോസിസിൻ്റെ പ്രധാനപ്പെട്ട Q2 റിസൾട്ടിലെ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് നോക്കാം. ഒന്നാമത്തെ ഫാക്റ്റ് കമ്പനിയുടെ ടോട്ടൽ റവന്യൂ ആണ്. കമ്പനിയുടെ ടോട്ടൽ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 8.6% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസ് നോക്കുകയാണെങ്കിൽ 3.8% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2020 Q2 കമ്പനിയുടെ റവന്യൂ 24,570 കോടിയായി ഉയർന്നിട്ടുണ്ട്. അത് 2019 Q2 22,629 കോടി രൂപയായിരുന്നു. ഇനി ക്വാർട്ടർ ടു ക്വാർട്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2020 Q1 കമ്പനിയുടെ റവന്യൂ 23,665 കോടിയായിരുന്നു. അത് 3.8% വർദ്ധിച്ച് 24,570 കോടിയായിട്ടുണ്ട് ഈ Q2. അതായത് റവന്യൂവിൽ നല്ലൊരു ഇൻക്രിമെൻറ്റ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റിലേക്ക് വരാം. കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 16.5%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 10.5% ഹൈക്കുമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2020 Q2 കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് 8,799 കോടിയായിരുന്നു. 2019 Q2 അത് 7,550 കോടിയായിരുന്നു. അതായത് ഇയർ ഓൺ ഇയറിൽ 16.5%. ഇനി ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിൽ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് 7,962 crore ആയിരുന്നു. അത് ഇൻക്രീസ് ചെയ്ത് 8,799 കോടി രൂപയായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കുകയാണെങ്കിൽ 2020 Q2 25.3% ആണ് ഓപ്പറേറ്റിംഗ് മാർജിൻ. 2019 Q2 അത് 21.7% ആയിരുന്നു. അതായത് ഇയർ ഓൺ ഇയറിൽ 3.6% ഹൈക്ക്. ഇനി പ്രീവിയസ് ക്വാർട്ടറിലെ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിലെ ഓപ്പറേറ്റിംഗ് മാർജിൻ 22.7% അത് ഇൻക്രീസായി 25.3% മാറിയിട്ടുണ്ട്. അതായത് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 2.7%. ഇനി കമ്പനിയുടെ
പ്രോഫിറ്റ് ബിഫോർ ടാക്സിലേക്ക് വരാം. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 22% ഹൈക്കാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. എക്സാക്ട്ലി 22.8% ഹൈക്കാണ് നമ്മൾക്ക് പ്രോഫിറ്റിൽ കാണാൻ സാധിക്കുക. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 16.5% ഹൈക്കാണ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ. അതായത് 2020 ക്വാർട്ടർ 2-ൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 6,750 കോടിയായിരുന്നു. അത് 2019 ക്വാർട്ടർ 2-വുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ 22.8% കൂടുതലാണ്. അതായത് 2019 ക്വാർട്ടർ 2-ൽ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 5,496 കോടി രൂപയായിരുന്നു. ഇനി 2020 ക്വാർട്ടർ 1-ൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ 5,792 കോടിയായിരുന്നു. അത് 2020 ക്വാർട്ടർ 2-ൽ 6,750 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇനി EPS നോക്കാം. ബേസിക് EPS ഡയലൂട്ടഡ് EPSലും നല്ലൊരു ഇൻക്രിമെൻ്റാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതായത് ബേസിക് EPS 9.46 ആയിരുന്നു, അത് ഇൻക്രീസ് ചെയ്ത് 11.42 ആയിട്ടുണ്ട്. അതായത് 20.8% ഹൈക്ക്. കൂടാതെ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 14.4% ഹൈക്ക്. ഡിവിഡൻഡ് നോക്കുകയാണെങ്കിലും പ്രീവിയസ് ഇയറിൽ ക്വാർട്ടർ 2-ൽ 8 രൂപയായിരുന്നു കമ്പനി നൽകിയ ഡിവിഡൻഡ്. ഇപ്പോൾ അത് ഇൻക്രീസായി 12 രൂപയായിട്ടുണ്ട്. അതായത് ഡിവിഡൻഡിലും നമ്മൾക്ക് 50% വർധനവ് ഈ ക്വാർട്ടറിൽ കാണാൻ സാധിക്കും. 4,83,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ് ഇൻഫോസിസ്. ഇൻഫോസിസിൻ്റെ PE നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വാല്യുവേഷനിലാണ്. അതായത് ഇൻഡസ്ട്രിയുടെ PE 29.27-ഉം കമ്പനിയുടെ PE 30.3-യുമാണ്. ഇനി ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 1.54%, അതായത് നല്ലൊരു ഡിവിഡൻഡ് ഈൽഡ് തരുന്ന ഒരു കമ്പനിയാണ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ, അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൻ്റെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 38.79% ഡെലിവറിയാണ് സ്റ്റോക്കിലുണ്ടായിരിക്കുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കാം. സ്റ്റോക്ക് 1 മന്തിൽ 16% ഹൈക്കാണ് സ്റ്റോക്കിലുണ്ടായത്. ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും 143.82% ആണ് സ്റ്റോക്കിൽ 3 വർഷത്തിലുണ്ടായത്. 1 ഇയറിൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 80%ഓളം റിട്ടേൺ തന്ന സ്റ്റോക്കാണ്. അതായത് IT സെക്ടറിലെ ഒരു ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കാണ് ഇൻഫോസിസ്. ഇനി നമുക്ക് സ്റ്റോക്കിൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ച് സ്റ്റോക്ക് 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ സ്റ്റോക്ക് വന്ന് സപ്പോർട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ സ്റ്റോക്കിൽ നോർമലി എൻട്രി ചെയ്യാറുള്ളത്. സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ 900 മുതൽ 950 റേഞ്ചിലുള്ള വിലയിലാണ് നമ്മൾ സ്റ്റോക്കിൽ എൻട്രി ചെയ്താൽ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് റേഞ്ചായി ഇതിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ സ്റ്റോക്ക് ആൾറെഡി റണ്ണപ്പ് കണ്ടീഷനിലാണ്. ക്വാർട്ടർ 2 റിസൾട്ട് നല്ലൊരു ക്വാർട്ടർ 2 റിസൾട്ട് വന്ന സ്ഥിതിക്ക് സ്റ്റോക്കിൽ ഇനി ഒരു മൊമെൻറ്റം ഹൈക്ക് കൂടി ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഷോർട്ട് ടൈം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കിൽ കണ്ടിന്യൂ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അപ്പ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന നല്ലൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്റ്റോക്കാണ് ഇൻഫോസിസ്. ഇനി ഇൻഫോസിസിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് സ്റ്റോക്കിൻ്റെ 100-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനും അതോടൊപ്പം തന്നെ 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനും ഇടയ്ക്കുള്ള പ്രൈസിലായിരിക്കും സ്റ്റോക്ക് അതിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ചായിട്ട് വരിക. അതായത് മാർച്ച് മാസത്തിൽ COVID-19 കറക്ഷൻ ഉണ്ടായപ്പോൾ സ്റ്റോക്ക് ഏകദേശം 500 റേഞ്ചിൽ വന്നു. ആ സമയത്ത് സ്റ്റോക്കിൽ എൻട്രി ചെയ്തവർക്ക് വളരെ നല്ലൊരു റിട്ടേൺ ആണ് സ്റ്റോക്ക് സമ്മാനിച്ചത്. കാരണം നമ്മൾക്കറിയാം IT സെക്ടറും ഫാർമ സെക്ടറും വളരെ നന്നായി ഔട്ട് പെർഫോം ചെയ്ത സെക്ടറുകളായിരുന്നു. അതിൽ ഇൻഫോസിസ് വളരെ നന്നായി പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കുമാണ്. അതായത് ഓവറാൾ നോക്കുകയാണെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്റ്റോക്കാണ്. കൂടാതെ സ്റ്റോക്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ബൈബാക്ക്, ബോണസ്, അതുപോലെ തന്നെ ഡിവിഡൻഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു നല്ലൊരു ഹിസ്റ്ററി ഉള്ള സ്റ്റോക്കാണ് ഇൻഫോസിസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.